ഒരു കാര്യം തീർത്ത് പറയുന്നു. പലരും ഇപ്പോൾ വലിയ വിഷയമാക്കുന്നത് മുന്നണിയുമായി അല്ലെങ്കിൽ ഗവൺമെന്റുമായുള്ള സഹകരണമാണ്. അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതിന് ജിഫ്രി തങ്ങൾ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ടും സാദിഖ് അലി ശിഹാബ് തങ്ങളെ മറ്റൊരു പക്ഷത്ത് നിർത്തിക്കൊണ്ടും നടത്തുന്ന ചർച്ചകൾ അനാവശ്യമല്ലേ? കാരണം ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ആനുകൂല്യം നേടുന്നതിന് വേണ്ടി, അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി ക്രിയാത്മക സഹകരണം എന്ന് പറഞ്ഞു ഒന്നുണ്ട്. അത് പ്രതിപക്ഷം സ്വീകരിക്കാറുണ്ടല്ലോ. നിയമസഭയിൽ പ്രതിപക്ഷം ഇരിക്കുന്ന പ്രതിപക്ഷം എന്ന പേരാണ്. പ്രതിപക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഭരണപക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷെ ചില വിഷയങ്ങളിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തോട് സഹകരിക്കും. ക്രിയാത്മക സഹകരണം എന്നാണ് അതിന് പറയുക. പ്രവർത്തനത്തിൽ അവർക്ക് രാജ്യത്തിന് ആവശ്യമാണെന്ന് തോന്നുന്ന വിഷയത്തിൽ സഹകരിക്കും എന്ന പോലെ ഒരു ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി അവരുമായി ബന്ധപ്പെടുന്നത്, അവരുമായി ആ രീതിയിൽ ബന്ധപ്പെടുന്നത് ഒരു തെറ്റായി വയ്ക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഹജ്ജിന് പോകുന്നതിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ പ്രയാസമായിരുന്നു. ഹജ്ജിന് എപ്പോൾ അനുമതി കിട്ടുമെന്നറിയില്ല. അങ്ങനെ ഹജ്ജ് അനിശ്ചിതത്വത്തിലായ സമയത്ത് BJP-യിലെ പ്രവർത്തകരെ കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്താൻ കാണണമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. കാരണം നമുക്കത് വേണ്ടി വരും. കാരണം BJP ഗവൺമെന്റ് ആണെങ്കിലും എക്സ്റ്റേണൽ മിനിസ്ട്രിയാണ് അതിന് അനുമതി കൊടുക്കുന്നത് ഹജ്ജിന്. എക്സ്റ്റേണൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ തലവനാരാ? മന്ത്രിയാണ്. മന്ത്രിയാ പാർട്ടിക്കാരനാ? ഒരു കാര്യം മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ആ പാർട്ടിയുടേതല്ല, നമ്മുടേതൊക്കെയാണ്, എല്ലാവരുടേതുമാണ്. അപ്പോൾ ഗവൺമെന്റിന് ആരും ബന്ധപ്പെടും, ആരും കാണും, അത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ സമൂഹത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു ശരിയായ നടപടിയല്ല, അതിനാരും വിമർശിച്ചിട്ടുമില്ല. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ മീഡിയകളിൽ നേരത്തെ ഇവിടെ MT ഉസ്താദും അതുപോലെ തന്നെ സലാം വൈസിയൊക്കെ പറഞ്ഞ പോലെ വാട്സപ്പുകളിൽ ധാരാളം ചർച്ച നടക്കുകയാണ്.